ഹലോ ഗോയ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ന്യൂസിലൻഡിലെ കുട്ടികളുടെ ഒരു ഗ്രാജുവേഷൻ കണ്ടാലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ കസിൻ്റെ ഗ്രാജുവേഷനാണ്. അവൾ 6th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ 6th നിന്ന് 7th കയറുന്നുള്ള ഗ്രാജുവേഷനാണ്. അപ്പം കുട്ടികളെല്ലാവരും വളരെ ത്രില്ലായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഞാനിട്ട വീഡിയോയിൽ കൾച്ചറൽ ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ ഇവരുടെ ഒരു ടീച്ചർ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചറുടെ ഒരു വെൽക്കം സ്പീച്ചോടുകൂടിയാണ് ആദ്യമേ തുടങ്ങിയത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൂടെ കാണാം അല്ലേ. Tuia de manawanui haumi huie tātou imene he honore അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട്. കാരണം ഇവിടുത്തെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ മാവോറി ഭാഷയിലാണ്. പക്ഷെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതേപോലുള്ള പ്രാർത്ഥനകളും ഇവരുടെ നാഷണൽ ആന്തവും അതെല്ലാം മാവോറി ഭാഷയിലാണ്. പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ കേട്ടങ്ങ് നിന്നു. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ നാഷണൽ ആന്തം പാടും. അപ്പം നമുക്ക് നാഷണൽ ആന്തവും കൂടി ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ നാഷണൽ ആന്തം എല്ലാം പാടിക്കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി അടുത്തതായിട്ട് അവാർഡ് സെക്ഷനാണ്. അപ്പോൾ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ ടീച്ചേഴ്സുമാണ്, അതായത് ഓരോ ക്ലാസ് ടീച്ചേഴ്സുമാണ് പിള്ളേരുടെ പേരെല്ലാം വിളിച്ചിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുന്നത്. ഇനിയുള്ളത് അവാർഡ് സെക്ഷനാണ്. അപ്പം ഓരോ ക്ലാസ് ആയിട്ട് വിളിക്കുകയാണ് ഇവർ. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ കണ്ടോ, തലയിൽ ഫ്ലവറും കൊണ്ടൊരു കിരീടം എല്ലാം വെച്ച്, പിന്നെ അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും വന്നിട്ട് ഇവർക്ക് ഗിഫ്റ്റ്സ് കൊടുക്കും. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇവർ ചോക്ലേറ്റും കൊണ്ടൊരു മാല അല്ലെങ്കിൽ ക്യാഷും കൊണ്ടായിരിക്കും മാല ഉണ്ടാക്കുന്നത്. അതെല്ലാം വന്ന് ഇങ്ങനെ കഴുത്തിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. എല്ലാവർക്കും മീൻസ് ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കും. മെയിനായിട്ട് ഇത് ഐലൻഡുകാരാണ് ചെയ്യുന്നത്, സാമോയൻ ഐലൻഡുകാർ, അതുപോലെ തന്നെ ഇവിടുത്തെ മാവോറി കൾച്ചർ. അപ്പോൾ ഇവരുടെ ഒരു കൾച്ചറാണ് ഇങ്ങനെ കുട്ടികളെ എന്താ പറയുക എൻകറേജ് ചെയ്യുക, അവർക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുക. അങ്ങനെ പിള്ളേർ ഹാപ്പി, പേരൻസും ഹാപ്പി. അപ്പോൾ ഇങ്ങനെ അവാർഡുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് 6th തന്നെ പല ഡിവിഷനായിട്ട് ഇവർ തിരിച്ചേക്കുവാണ്. അപ്പം കുറേ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഓരോ ക്ലാസ്സിനും ഓരോ ടീച്ചേഴ്സ്, അപ്പം അവരവരുടെ ടീച്ചേഴ്സ് അവരവരുടെ കുട്ടികളെ വിളിച്ചിട്ട് അവാർഡ്സ് എല്ലാം കൊടുക്കുന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, പൂക്കൾ കൊണ്ട് ഉള്ള ഹാരവും മാലയൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സിനും ഇവർ കൊടുക്കും. അതേപോലെ തന്നെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പൈസ വെച്ചിട്ടുള്ളതും എല്ലാം ടീച്ചേഴ്സിനൊക്കെ കൊടുക്കും. ഇപ്പോൾ ഈ ടീച്ചറിനൊക്കെ കണ്ടില്ലേ, എന്തോരമാണ് എല്ലാ പേരൻസും വന്നിട്ട് അവരുടെ പിള്ളേരെ ഈ ഒരു ഗ്രാജുവേഷനിലേക്ക് ഇത്രത്തോളം എത്തിച്ച ടീച്ചേഴ്സിന് അവരത്രയും ടീച്ചേഴ്സിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ സാറ് ഭയങ്കര ഇമോഷണലായിരുന്നു. സാറിനെ തന്നെ ചേഞ്ച് ചെയ്തത് ഇവിടുത്തെ പിള്ളേരാണ്. ഈ സാറിൻ്റെ ഇമോഷണൽ സ്പീച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഭയങ്കര ഇമോഷണലായിപ്പോയി. എന്നിരുന്നാൽ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി പിള്ളേരായിരുന്നു സാറിൻ്റെ ഭാഷയിലുള്ള. കാരണം അവിടെ ഇരിക്കുന്ന പകുതി വരെ അവാർഡ്സും ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. എനിവേയ്സ്, പുള്ളിക്കതിന് അഭിമാനിക്കാം. അങ്ങനെ അവാർഡ് സെക്ഷനെല്ലാം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മടുപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവാർഡ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഗ്രേഡ് 6കാർ ഒരു ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാമോയൻ ഡാൻസ് നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരുടെ ഡാൻസ്? കമൻറ്റ് ബിലോ. അപ്പം ഇനി അവർ ചെയ്യുന്നത് ഒരു സോങ് ആണ്. അപ്പം അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങനെ അവാർഡ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവരുടെ ഈ ഗ്രൂപ്പ് സോങ്ങോടുകൂടി ഈ ഗ്രാജുവേഷൻ പരിപാടി ഇവിടെ എൻഡ് ചെയ്തു. നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.